Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 9th ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഹാഫ് എ ഡേ ബൈ നഗീബ് മെഹഫൂസ്. നമുക്ക് ഓഥറിൻ്റെ പേര് നഗീബ് മെഹഫൂസ് എന്നും കണ്ടിട്ടുണ്ട്, നജീബ് മെഹഫൂസ് എന്നും കണ്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നജീബ് മെഹഫൂസ് എന്ന് പറയാം. നോക്കൂ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മറിയാണ്. ജോയിൻ ദ ലേണിംഗ് ജേർണി വിത്ത് ലിറ്റ് ലോഞ്ച് 25. നമ്മുടെ പാഠം എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഥറിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ്, ആത്മകഥയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹം ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പോയി, ഞാൻ വന്നു എന്നൊക്കെ അങ്ങനെയായിരിക്കും. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ഇവിടെ അദ്ദേഹം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ സ്കൂളിലേക്ക് പോയി, എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി, അങ്ങനെ. നമ്മൾ സമ്മറി എഴുതുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പാടില്ലല്ലോ, കാരണം അങ്ങനെ എഴുതുമ്പോൾ നമ്മളല്ലേ വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവനെന്നോ അദ്ദേഹമെന്നോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യത്തെ കാണുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിന്ന് സമ്മറി പറയാൻ പോകുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞു പോകണം. കാരണം നമ്മൾ പാഠം പോയി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നൊരു തോന്നൽ വരും. ഓക്കെ, കാരണം അപ്പോഴാണ് അതിൻ്റെ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻ്റാണ്. രണ്ടാമത്തത് ഇതിൽ കൃത്യമായി വിവരിച്ചിരിക്കുന്നത് പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ കടന്നുപോക്കാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ലൈഫിൻ്റെ റിഫ്ലക്ഷനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലൈഫിലൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ റിഫ്ലക്ഷൻ ഓൺ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്ന് എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഗ്രോത്ത്, ചേഞ്ച്, നമ്മുടെ ഡെത്ത് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. സോ തീംസ് നമ്മൾ പറയുമ്പോൾ പാസേജ് ഓഫ് ടൈം, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, മെമ്മറി ആൻഡ് നൊസ്റ്റാൾജിയ, ഇംപെർമനൻസ് എന്നിവയൊക്കെ പറയാം. എന്താണ് ഇംപെർമനൻസ്? അസ്ഥിരത, നശ്വരത എന്നൊക്കെയാണ് അർത്ഥം. സോ നമുക്ക് നോക്കാം. ഇദ്ദേഹം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നൊരു ദിവസമാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ്റെ കയ്യും പിടിച്ച് അവൻ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ കൂടെ അവൻ പോകുന്നു എന്നല്ലാതെ അവനൊട്ടും താല്പര്യമില്ലാതെയാണ്. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വാശിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ഇവനിലും കാണാം. അവൻ പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കറുത്ത ഷൂസ്, പച്ച സ്കൂൾ യൂണിഫോം, ചുവന്ന തലയിൽ കെട്ട്, അങ്ങനെയൊക്കെ ഇട്ടിട്ട് അവൻ പോകുന്നുണ്ടെങ്കിലും അവന് യാതൊരു സന്തോഷവുമില്ല. കാരണം അവൻ പെരുന്നാൾ കൂടാനല്ല പോകുന്നത്, കാരണം പോകുന്നത് സ്കൂളിലേക്കാണ്. അതിൻ്റെ ഒരു വിഷമം അവനുണ്ട്. അമ്മയാണെങ്കിൽ നോക്കി നിൽക്കുന്ന, അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, അമ്മ അവനെ സഹായിച്ചെങ്കിലോ എന്ന് വിചാരിച്ച്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. നേരെ അവർ പോകുന്നു. പൂന്തോട്ടങ്ങൾ നിറഞ്ഞ തെരുവിലൂടെയാണ് പോകുന്നത്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വിളകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിശാലമായ വയലുകളുണ്ട്. പിയേഴ്സ് എല്ലാം വളരുന്നുണ്ട്. മൈലാഞ്ചി മരങ്ങളുണ്ട്, ഈന്തപ്പനകളുണ്ട്, എല്ലാം ഉണ്ട്. അവൻ പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ സ്കൂളൊക്കെ എന്ന്. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ നിങ്ങളൊരിക്കലും ശല്യപ്പെടുത്തില്ല, ബുദ്ധിമുട്ടിക്കില്ല, എന്നെ ദയവായി സ്കൂളിലേക്ക് അയക്കരുത്, നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്, മോനെ, സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയല്ല, അതൊരു ഫാക്ടറിയാണ്. അവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ആക്കിയാൽ ഉപകാരമുള്ള മനുഷ്യന്മാരായിട്ട് അവർ മാറുക ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കാനാണ് ഈ ഫാക്ടറി. നീ വളരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നവനോട് ചോദിക്കുകയാണ്. പക്ഷേ അവനതൊന്നും ബോധ്യപ്പെടുന്നില്ല. അവൻ വിചാരിക്കുന്നത് വീട്ടിൽ നിന്ന് വെറുതെ എന്തിനാണ് എന്നെ വലിച്ചിഴച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത് എന്നാണ് ചിന്തിക്കുക. അങ്ങനെ അവർ പോയി വലിയ ഉയർന്ന മതിലുകളുള്ള ഒരു കോട്ട പോലെ തോന്നിപ്പിക്കുന്ന ഭയങ്കര കർശനമായിട്ടുള്ള എന്നാൽ അധികം തുറവെളിച്ചമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അങ്ങനെ അവൻ കാണുന്നത്. അവിടെയൊക്കെ എത്തുന്നു. ഗേറ്റിൻ്റെ മുന്നിലെത്തി. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിറഞ്ഞ വിശാലമായിട്ടുള്ള മുറ്റം കാണാൻ പറ്റുന്നുണ്ട്. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, നീ അകത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് കൂടെ ചേരൂ. മാത്രമല്ല, മുഖത്തൊരു പുഞ്ചിരി വിടർത്തി വേണം നീ പോകാൻ, കാരണം എല്ലാവർക്കും നീ ഒരു മാതൃകയാവണം അല്ലേ എന്ന് ചോദിച്ചു. മടിച്ച് അവൻ എന്ത് ചെയ്യാണ്, അകത്തേക്ക് കയറി പോവുകയാണ്. അച്ഛൻ അവനെ മുന്നോട്ടേക്ക് തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കൂ, ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ
ഞാൻ നിന്നെ കാത്ത് പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ അവനോട് മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ സ്കൂളിലേക്ക് അവൻ കയറി പോകുന്നു. അവിടെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നും അവന് പ്രത്യേകിച്ച് പരിചയമില്ല, കണ്ടിട്ടില്ല, ആരെയും അറിയില്ല, അവർക്ക് ഇവനെയും അറിയില്ല. അപ്പോൾ ഒരു വഴിതെറ്റിപ്പോയ ഒരു അപരിചിതനെ പോലെ അവൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ പുതിയൊരു കുട്ടി കയറി വരുന്നത് കാണുമ്പോൾ എല്ലാവരും അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ആൺകുട്ടി വന്നിട്ട് അവനോട് ചോദിച്ചു, നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനാണ് കൊണ്ടുവന്നത്. തിരിച്ച് മറുപടിയായിട്ട് ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അത് കേട്ടപ്പോൾ അവന് ഭയങ്കര വിഷമം തോന്നി. കാരണം അങ്ങനൊരു ചോദ്യവും അങ്ങനൊരു മറുപടിയും അവൻ പ്രതീക്ഷിക്കുന്നില്ല ആയതുകൊണ്ട്. അങ്ങനെ ഗേറ്റ്, വലിയ കോട്ടയുടെ ഗേറ്റ് അവിടെ അടഞ്ഞിരുന്നു. പിന്നെ കുട്ടികളുടെ കരച്ചിലും ബഹളവും സ്കൂൾ ബെല്ലടിക്കുന്ന ശബ്ദവും എല്ലാം കേൾക്കുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കൂടെ കുറേ പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഇവരെ വരി വരിയായി നിർത്തി തരംതിരിക്കാൻ തുടങ്ങി, ക്ലാസ്സുകളിലേക്ക് തരംതിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്, ഇവിടെ നിങ്ങൾക്ക് അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട്, എല്ലാത്തിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്, അറിവിനും ജീവിതത്തിനും ഒക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കണ്ണീരൊക്കെ തുടച്ച് ജീവിതത്തെ നേരിടുക അല്ലേ, നിങ്ങളങ്ങനെ ചെയ്യില്ലേ എന്നവർ ചോദിക്കുന്നുണ്ട്. ആ സമയം തൊട്ട് അവൻ ആ പുതിയ അവസ്ഥയോട്, ചുറ്റുപാടിനോട് ഇണങ്ങാൻ തുടങ്ങി. അവന് പുതിയ സുഹൃത്തുക്കളെ കിട്ടി, സുഹൃത്തുക്കളെ കിട്ടി, ചില പെൺകുട്ടികളുമായി അവന് പ്രണയത്തിലായി. അങ്ങനെയെല്ലാം കടന്നു പോവുകയാണ്. പിന്നീട് ഓരോ സമയം കഴിയുമ്പോഴും ഓരോരോ പുതിയ പുതിയ പാഠങ്ങൾ അവന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കളിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഊഞ്ഞാല്, കുതിരവണ്ടി, പന്ത് കളി തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആദ്യമായിട്ടൊരു പാട്ട് പാടുന്നൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട്. അവിടെ നിന്ന് ഗ്ലോബ് കണ്ടു, അത് പഠിച്ചു. അത് കറങ്ങുന്നതിനെ പറ്റിയിട്ടും ഭൂഖണ്ഡങ്ങളെ പറ്റിയിട്ടും രാജ്യങ്ങളെ പറ്റിയിട്ടെല്ലാം പഠിക്കുന്നുണ്ട്. അക്കങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഉറങ്ങുന്നു. പിന്നീട് വീണ്ടും പഠനം തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം എന്തെല്ലാം ഒരു സ്കൂളിൽ നിന്ന് കിട്ടാമോ അതെല്ലാം അവന് കിട്ടുന്നുണ്ട്. ഓരോ മൊമെൻറ്റും വ്യത്യസ്തമായി അങ്ങനെ കടന്നു പോകുമായിരുന്നു. ചില സമയത്ത് നല്ല സന്തോഷമായിരിക്കും, ചില സമയത്ത് സങ്കടമായിരിക്കും. അതിന് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം എന്നൊക്കെയാണ്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. സന്തോഷവും സങ്കടവും സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. തുടക്കത്തിൽ നമ്മളൊരു സ്ത്രീയെ കാണുന്നുണ്ട്, ഇവരെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നതും ക്ലാസ്സിലേക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതൊക്കെ ആയിട്ടുള്ളൊരു സ്ത്രീ. ഈ സ്ത്രീ വളരെ സന്തോഷകരമായിട്ടാണ് തുടക്കത്തിൽ സംസാരിച്ചത്. ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, മുഖം ചുളിക്കാറുണ്ട്, ശകാരിക്കാറുണ്ട്, ചില സമയത്ത് അടി കൊടുക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ സിറ്റുവേഷനെയാണ് നമ്മളിവിടെ കാണുക. ഒരു മൊമെൻറ്റ് അടുത്ത മൊമെൻറ്റിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഓരോ നിമിഷവും വ്യത്യസ്തമാണ്, ഓരോന്നിനും പ്രത്യേകത. മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ, നമ്മളിപ്പോൾ ഒരു രീതിയിലാണെങ്കിൽ അടുത്ത നിമിഷം മറ്റൊന്നായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വൈകുന്നേരമാകുന്നു, ബെല്ലടിക്കുന്നു. ഇനി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അങ്ങനെ ബെല്ലടി കേൾക്കുന്നതും ആ ഗേറ്റിനടുത്തേക്ക് ആ കുട്ടികളുടെ സംഘം ഓടുകയാണ്. അത് വീണ്ടും തുറന്നു. എല്ലാവരും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഗേറ്റ് കടന്ന് പോകുന്നുണ്ട്. ഇവൻ അച്ഛനെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ അച്ഛനെ കാണാനില്ല. അച്ഛൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. കുറേ നേരം കാത്തു നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് കുറച്ച് ദൂരം അങ്ങനെ നടന്ന സമയത്ത് ഒരു മധ്യവയസ്കൻ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് വരുന്നതെന്ന് മനസ്സിലാവുന്നു. കാരണം ചിരിക്കുന്നുണ്ട്. അടുത്ത് വന്ന് കൈ കൊടുത്തിട്ട് ചോദിച്ചു, നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്, അവസാനമായിട്ട് കണ്ടിട്ട് കുറേ കാലമായല്ലോ, സുഖമാണല്ലോ നിനക്ക് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തലയാട്ടിയിട്ടാണ് മറുപടി കൊടുക്കുന്നത് ഇവൻ. സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മുതലാണ് നമുക്ക് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നടക്കുന്നത്. മുന്നോട്ട് ഇവൻ പോകും തോറും ഇവനാകെ അമ്പരന്ന് പോവുകയാണ്. കാരണം സ്കൂളിലേക്ക് വരുന്ന സമയത്ത് വഴിയിലുടനീളം കണ്ടിരുന്നത് ഒന്നും ഇവന് കാണാൻ പറ്റുന്നില്ല. പൂന്തോട്ടങ്ങൾ കാണാൻ പറ്റുന്നില്ല. പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തെരുവല്ല അവനിപ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ വാഹനങ്ങൾ
ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന പോലെയില്ല. ഇപ്പോൾ നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊരു റോഡേ ആയിരുന്നില്ല അവൻ ഇങ്ങോട്ട് വരുമ്പോൾ. ഈ ഈ ചുറ്റുപാടൊക്കെ എങ്ങനെയാണ് മാറിയത്? ഈ മനുഷ്യരെല്ലാം മാറിയത് എങ്ങനെയാണ്? ഈ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? ഇവിടുത്തെ വയലുകൾ എവിടെ? ഇങ്ങനെയൊക്കെ ഇവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവന് ആകെ ഒരു അമ്പരപ്പാണ്, ഒപ്പം നമ്മക്കും. കാരണം നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു കഥയല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഓർക്കണം. അപ്പോഴാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നോക്കുന്ന സമയത്ത് ഇവന് കാണുന്നത് വലിയ വലിയ കെട്ടിടങ്ങളെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലാതിരുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ കാണുന്നു. തെരുവോരങ്ങളിൽ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകെ അസ്വസ്ഥമായ അന്തരീക്ഷമാണ് അവൻ കാണുന്നത്. ഒരു സർക്കസ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ബാൻഡൊക്കെ അതിലൂടെ അനൗൺസ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. കോമാളികളെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ട്രക്കുകളും ഒക്കെ ഇഴഞ്ഞു നീങ്ങി പോകുന്നത് അവൻ കാണുന്നുണ്ട്. ആ സമയത്ത് ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൺ കേൾക്കുന്നുണ്ട്. എവിടെയോ തീ കത്തിയത് കെടുത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് മനസ്സിലാകത്തക്ക വിധത്തിലായിരുന്നു പോകുന്നത്. ആ സമയത്ത് ഒരു ടാക്സി ഡ്രൈവറും അയാളുടെ യാത്രക്കാരും തമ്മിലൊരു വഴക്ക് നടക്കുന്നത് കാണുന്നു. ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇവനാകെക്കൂടെ ഒരു അന്ധാളിപ്പ് വരികയാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഈ രാവിലെ തൊട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു പ്രദേശം മൊത്തം മാറുമോ എന്ന് നമുക്കും അതാണ് ചിന്താഗതി. ഇങ്ങനെയൊക്കെ മാറുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴി അവന് തിരിച്ചറിയുന്നില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടിരുന്ന വഴികളല്ല അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്നത്. ആ സ്ഥലങ്ങളല്ല കാണുന്നത്, ആ കെട്ടിടങ്ങളല്ല കാണുന്നത്. എല്ലാം മാറിപ്പോയിരിക്കുന്നു. കുറേ ആൾക്കൂട്ടങ്ങളെയാണ് കാണുന്നത്. വീട്ടിലേക്ക് പോകാൻ അവന് പറ്റുന്നില്ല, സ്ഥലം അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവന് നടന്നു പോകുന്നുണ്ട്. അബൂഖോഡ എന്ന് പറയുന്ന ഒരു തെരുവ്, കെയ്റോവിലുള്ളൊരു തെരുവാണ് കേട്ടോ. ആ തെരുവിൽ ഇവിടെ അവനങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇനി ഇതിലൂടെ വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവന് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വാഹനങ്ങളുടെ പെരുമഴയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫയർ എഞ്ചിൻ്റെ ശബ്ദം അവിടെ കേൾക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്? ഈ ഫയർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേഗത്തിൽ പോകേണ്ടതാണ്. അവിടുത്തെ തിരക്ക് കാരണം കൊണ്ട് ആ ഫയർ എഞ്ചിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയും മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അത്രയും റഷാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മൂലയിൽ ഒരു ഇസ്തിരിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, ശ്രദ്ധിച്ചോണം എന്താ ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു, മുത്തശ്ശ, ഞാൻ നിങ്ങളെ അക്കരെ കടത്തട്ടെ, ഞാൻ നിങ്ങളെ അപ്പുറത്തേക്ക് കടക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അവിടെ നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വന്നില്ലേ, ഇതെന്ത് കഥയാണ്, ഇതെന്താ ഇങ്ങനെ അവസാനിച്ചത് എന്നാലോചിച്ച്. അപ്പോഴാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യേണ്ടി വരിക. എന്താണ് പാസേജ് ഓഫ് ടൈം എന്നൊരു കാര്യം ഫസ്റ്റ് പറയേണ്ടായി. എന്ന് വെച്ചാൽ നമ്മൾ ഈ പാഠത്തെ ഉൾക്കൊള്ളേണ്ടത് ഒരു ദിവസം, ഒരു പയ്യൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം, അതാണ് നമ്മൾ ഡയറക്റ്റ്ലി കാണുന്നത്. ഇൻഡയറക്റ്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജനനം തൊട്ട് മരണം വരെയുള്ള പീരീഡ് ഓഫ് ടൈമിനെയാണ്. മനസ്സിലായല്ലോ? പാസേജ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അവൻ്റെ ജനനവും സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുന്ന ആ സമയത്തെ നമ്മൾ എടുക്കേണ്ടത് അവൻ്റെ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ലേഡി പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഇന്ന് നിങ്ങളുടെ ജീവിതം തുടങ്ങുകയാണെന്ന്. പിന്നെ അവിടെ നടന്നിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസങ്ങളായോ മാസങ്ങളായോ വർഷങ്ങളായോ, ദിവസങ്ങളായി എടുത്താൽ നമുക്ക് പറ്റില്ല, വർഷങ്ങളായിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ വേണം നമുക്ക് ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. അങ്ങനെ ഓരോ നിമിഷവും ഓരോ വർഷങ്ങളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന്, ഇനി ഒന്നിൽ കൂടുതൽ വർഷം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, ആയപ്പോഴത്തേക്കിന് ഈ കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് തൊട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഓരോരോ ഏജസ് അല്ലേ, അവൻ്റെ കൗമാരവും യൗവനവും മധ്യവയസ്സും ഒക്കെ താണ്ടി അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്.
അങ്ങനെ എടുക്കുമ്പോൾ ഇവന് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടന്ന സമയത്ത് ഇവന് വയസ്സായിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ചെറുപ്പത്തിൽ കണ്ട ആരെങ്കിലും ആയിരിക്കും ഈ സ്കൂള് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരാൾ പുഞ്ചിരിച്ചു കൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്, പരിചയമുള്ള ഒരാളെ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ മുത്തശ്ശനായിരിക്കുന്നു, വയസ്സായിരിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞിൽ നിന്ന് വയസ്സനാകുന്ന ഒരു വ്യക്തിയിലേക്കുള്ളൊരു ദൂരം എത്രയുണ്ടോ അത്രയും ദൂരമാണ് ആ സ്കൂളിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ എടുക്കേണ്ടത് ഒരു മെറ്റഫറിക്കലായിട്ടുള്ളൊരു ഉപയോഗമാണത്. നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്, അവൻ്റെ ആ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് അവസാനം വരെയുള്ള ഒരു പീരീഡ് ഓഫ് ടൈമായിട്ടിരിക്കണം എടുക്കണം. അതിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായോ അതെല്ലാം അവൻ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് ഇവനെ മുത്തശ്ശ എന്ന് വിളിച്ചത്. കാരണം അവന് പ്രായമായിരിക്കുന്നു. ലൈഫിൽ പ്രായമായപ്പോൾ ആലോചിക്കുകയാണ്, ചെറുപ്പകാലത്തിൻ്റെ നാട് എങ്ങനെയായിരുന്നു അങ്ങനെയേ അല്ല ഈ നാട് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ഇതിൻ്റെ ഒരു തീമായിട്ട് മാറുന്നത്. മെമ്മറി ആൻഡ് നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗൃഹാതുരത എന്ന് പറയില്ലേ, പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതാണ്. പിന്നെ ഇംപെർമനൻസ്, ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ കഥയുടെ ഒരു എസെൻസ് എന്ന് പറഞ്ഞാൽ. ഇത് ക്ലൈമാക്സിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കഥ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാൻ. ഇനി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, സ്കൂളിലേക്ക് പോകുന്നു, അവിടെ ഓരോരുത്തരെ സുഹൃത്തുക്കളെ കിട്ടുന്നു, അവിടെ നിന്ന് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെ, മ്യൂസിക് പഠിക്കുന്നു, അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിനെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ്. മനസ്സിലായല്ലോ? ദാറ്റ്സ് ഓൾ ഫോർ നൗ. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.